ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 3 എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ്. സെക്ഷൻ 3 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കമ്പനി ഫോം ചെയ്യാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ഒരു കമ്പനി ഫോം ചെയ്യുമ്പം അതിൻ്റെ ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം ആ കമ്പനി ഫോം ചെയ്യുന്നത്. അതേപോലെ ഫോം ചെയ്യുന്ന കമ്പനി ഒരു പബ്ലിക് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ 7 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മെമ്പേഴ്സ് ഉണ്ടാവണം. ഇനി അതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 അതിൽ കൂടുതലോ, ഇനി OPC അതായത് 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ അതിൽ ഒരാൾ മെമ്പറായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് ലീഗൽ റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത്. അതേപോലെ OPC ആണ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ OPCയിലെ ആ മെമ്പർ കൂടാതെ ഒരു നോമിനി വേണം, പ്ലസ് അയാളുടെ കൺസെൻറ്റും കൂടെ വേണം. നോമിനി എന്തിനാണെന്ന് വെച്ചെന്നാൽ നമ്മൾ അതിൻ്റെ മെമ്പർ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഹിസ് ഇൻകപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് മറ്റുള്ള കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാനായിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു തടസ്സം നേരിടേണ്ടി വന്നാൽ ആ സമയത്ത് ബിസിനസ്സിനെ മുൻപോട്ട് നയിക്കാൻ പോകുന്നത് ആരായിരിക്കും? ഈ നോമിനി ആയിരിക്കും. അതേപോലെ OPCയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് എന്തു വേണം? ഈ നോമിനിയുടെ പേരും പ്ലസ് അയാളുടെ കൺസെൻറ്റും കൂടെ ഉണ്ടാവണം. അതേപോലെ ഒരു കമ്പനിയുടെ നമുക്ക് അതിൻ്റെ ലയബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, അതേപോലെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അതേപോലെ ഒരു അൺലിമിറ്റഡ് കമ്പനിയും ഉണ്ട്. ഇനി ഇതിൽ സെക്ഷൻ 3A എന്നൊരു പോർഷനുണ്ട്, അതായത് മെമ്പേഴ്സ് സെവറലി ലയബിൾ ഇൻ സർട്ടൻ കേസസ്. അതായത് ഒരു കമ്പനി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു പബ്ലിക് കമ്പനിയാണ്, അതിന് മെമ്പേഴ്സ് 7 താഴെ പോയി, അതേപോലെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, അതിൻ്റെ മെമ്പേഴ്സ് ബിലോ 2 ആയി, ബാക്കിയുള്ള അതിലെ മെമ്പേഴ്സ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ട്, എന്നാലും അവരതിൻ്റെ മെമ്പേഴ്സിനെ ഇൻക്രീസ് ചെയ്യാതെ അവർ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ കമ്പനിക്ക് എന്തൊക്കെ ഡെപ്റ്റ് വന്നാലും ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിവായിട്ടിരിക്കുന്ന മെമ്പേഴ്സ് എല്ലാവരും സെവറലി ലയബിളാകും. എന്തൊരു ഡെപ്റ്റ് വന്നാലും ആ ടൈമിൽ ഏതൊക്കെ മെമ്പേഴ്സാണോ ഉള്ളത് അവർ ആ ലയബിലിറ്റി ഫുള്ള് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ സെക്ഷൻ 3യും സെക്ഷൻ 3 എന്നും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനി ഫോം ചെയ്യുമ്പം അതിന് ലീഗൽ റിക്വയർമെൻറ്റ്സ് ആയിട്ട് എന്തെല്ലാം വേണം, അതേപോലെ OPCയുടെ കാര്യങ്ങൾ, അതേപോലെ മെമ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞെന്നാൽ അതിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് എന്തായിരിക്കും സെവറലി ലയബിൾ ആകും. നമുക്ക് എക്സാമിന് കൂടുതൽ മാർക്ക് കിട്ടാനായിട്ട് നമുക്ക് ഒരു സെൻറ്റൻസ് ഇങ്ങനെ എഴുതാം: എവരി പേഴ്സൺ ഹു ഈസ് മെമ്പർ ഈസ് കോഗ്നിസെൻറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ്. നമ്മൾ കോഗ്നിസെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ട്. അപ്പോൾ നമുക്ക് അവെയറിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കാണ് എന്ത്? കോഗ്നിസെൻ്റ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മളുടെ ലാംഗ്വേജ്, എക്സാമിന് നമ്മൾ എഴുതുന്ന ലാംഗ്വേജ് ഒരു ലോ ലാംഗ്വേജിലേക്ക് ആയിട്ട് മാറും. അപ്പോൾ എല്ലാവർക്കും ഈ സെക്ഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.